നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്. കൊടകരയിൽ വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 20 മുതൽ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ ശ്രീ നാരായണ വിലാസം UP സ്കൂൾ വാർഷികം നിറവ് 2025 സംഘടിപ്പിച്ചു. കല്ലൂർ ആലയങ്ങാട് കപ്പേളയിൽ മോഷണ ശ്രമം. വാർത്തകൾ വിശദമായി. തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്. 2023-24 വർഷത്തിൽ പ്രസിഡന്റായിരുന്ന MR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിലാണ് കൊടകരയ്ക്ക് സംസ്ഥാനത്ത് 2ാം സ്ഥാനം ലഭിച്ചത്. 19-ന് ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് KM ചന്ദ്രൻ മന്ത്രി MB രാജേഷിൽ നിന്ന് സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ഏറ്റുവാങ്ങും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ യോഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, വിവിധ രജിസ്റ്ററുകൾ കാലികമാക്കൽ, വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് ധനസഹായം, കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് വിപണന സൗകര്യം, ആരോഗ്യ മേഖലയിലെ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഡയാലിസിസ് യൂണിറ്റിലൂടെ നൽകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഗുണമേന്മയുള്ള ശുചിത്വ സംവിധാനങ്ങൾ ഒരുക്കൽ, ജനകീയാസൂത്രണ പദ്ധതികളിലെ വിവിധ വിഭാഗങ്ങളിൽ ലഭിക്കുന്ന വികസന ഫണ്ട്, ഹെൽത്ത് ഗ്രാന്റ്, മെയിൻ്റനൻസ് ഗ്രാന്റ് തുടങ്ങിയവയുടെ ചെലവ് ശതമാനം, പൊലിമ പുതുക്കാടുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി വികസന പ്രവർത്തനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്കായി ആവിഷ്കരിച്ച വിവിധ ക്ഷേമ പദ്ധതികൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും PMAY അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ, ലൈഫ് പദ്ധതി വിഹിതം എന്നിവയുടെ മികച്ച ഉപയോഗം, ഓഡിറ്റ് പരാമർശങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കൽ, സ്ത്രീപക്ഷ നവകേരളത്തിന്റെ ഭാഗമായി നടത്തിയ പദ്ധതി പ്രവർത്തനങ്ങൾ, നൂതന പദ്ധതിയായ ഷീ വർക്ക് സ്പേസിന്റെ ആവിഷ്കാരം, ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ, സോളാർ പദ്ധതി സ്ഥാപിക്കൽ, സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾ, സമ്പൂർണ്ണ OSA സർട്ടിഫിക്കേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നടത്തിയ പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ കാഴ്ചവെച്ച പ്രകടനം വിലയിരുത്തിയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ 3ാം വട്ടവും പുരസ്കാരത്തിന് പരിഗണിച്ചത്. ബൈക്കിലെത്തിയ 2-അംഗ സംഘം വഴിയാത്രക്കാരിയായ ഗൃഹനാഥയുടെ മാല പൊട്ടിക്കാൻ ശ്രമം നടത്തി. ചൊവ്വാഴ്ച രാവിലെ 10:30 വല്ലപ്പാടിയിലായിരുന്നു സംഭവം. കൊടകര പഞ്ചായത്തിന്റെ നികുതി സംഭരണ ക്യാമ്പിൽ പോയി നികുതി അടച്ച് വീട്ടിലേക്ക് വരികയായിരുന്ന വല്ലപ്പാടി സ്വദേശി ഗ്രേസിയുടെ മാലയാണ് ബൈക്കിലെത്തിയവർ പൊട്ടിക്കാൻ ശ്രമിച്ചത്. കൊടകര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 20 മുതൽ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വൈകിട്ട് 4:30 നട തുറക്കൽ, തുടർന്ന് ചുറ്റുവിളക്ക്, നാദസ്വരം എന്നിവയ്ക്ക് ശേഷം രാത്രി 8 മണിക്ക് കൊടിയേറ്റം നടക്കും. ശിവരാത്രി ദിവസമായ ഫെബ്രുവരി 26 രാവിലെ 3 മണിക്ക് നട തുറക്കൽ, 4 മണിക്ക് അഷ്ടപതി, 6 മണിക്ക് ഭക്തിഗാനസുധ, 9-ന് ശ്രീഭൂതബലി, ശിവേലി, പഞ്ചാരിമേളം എന്നിവ അരങ്ങേറും. പഞ്ചാരിമേളത്തിന് പെരുവനം സതീശൻ മാരാർ നേതൃത്വം നൽകും. വൈകിട്ട് 3:30 ചാക്യാർകൂത്ത്, 5 മണിക്ക് സംഗീത കച്ചേരി, വൈകിട്ട് 6:30 ചുറ്റുവിളക്ക്, നാദസ്വരം, പടിഞ്ഞാറെ നടയിൽ എഴുന്നള്ളിപ്പ്, മേജർ സെറ്റ് പഞ്ചവാദ്യവും അരങ്ങേറും. പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം മോഹനൻ മാരാർ നേതൃത്വം നൽകും. 8-ാം ദിവസമായ വ്യാഴാഴ്ച രാവിലെ മഹാമുനിമംഗലം ക്ഷേത്രക്കടവിൽ ആറാട്ടും നടക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി അംഗം കൈമുക്ക് വാസുദേവൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി എന്നിവർ അറിയിച്ചു. ഈ ഫെബ്രുവരി മാസം 20 തീയതി
വൈകിട്ട് 8 മണിയോടുകൂടി കൊടിയേറ്റം. അതിനുശേഷം തുടർച്ചയായി 27-ാം തീയതി വരെ ഉത്സവം നടക്കുകയാണ് അവിടെ. 26-ാം തീയതി ശിവരാത്രി, 27-ാം തീയതി ആറാട്ടോടുകൂടി ഈ അവിടുത്തെ ഉത്സവം സമാപിക്കും. കൊല്ലവും വയലൂർ ശിവരാത്രി മഹോത്സവം ഗംഭീരമായി നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളെ പോലെ തന്നെ എല്ലാ മുൻകരുതലുകളും ഈ കൊല്ലവും ഉത്സവാഘോഷ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അടുത്ത് 24 മണിക്കൂർ പരിപാടികളിൽ ഞങ്ങൾ അറിയപ്പെടുന്ന കൂടുമാണിക്യ ക്ഷേത്രമാണ്. നമുക്ക് 24 മണിക്കൂർ ഇല്ലെങ്കിൽ 10 മണി കഴിഞ്ഞാൽ നമുക്ക് നടത്താനായിട്ടുള്ള നമുക്ക് പെർമിഷൻ ഇല്ല. മൈക്ക് പെർമിഷൻ കാര്യങ്ങളും ഇല്ല. 10 തൊട്ട് 3 വരെ അവിടെ ഞങ്ങളുടെ ഗ്യാപ്പ് ഞങ്ങളുടെ അവിടെ. ബാക്കി ഫുൾ ടൈം നമ്മളുടെ പരിപാടി ഉണ്ട്. ആളൂർ ശ്രീനാരായണ വിലാസം UP സ്കൂൾ വാർഷികം നിറവ് 2025 സംഘടിപ്പിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു എൻഡോമെന്റ് വിതരണം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സവിത ബിജു സമ്മാന വിതരണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി KS സീമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. SNDP സമാജം ആളൂർ യൂണിറ്റ് സെക്രട്ടറി EV സുബ്രഹ്മണ്യൻ, SNV HSS പ്രിൻസിപ്പാൾ CR ധന്യ, SNV HSS പ്രിൻസിപ്പാൾ ES സുമ, SNV HS ഹെഡ് മിസ്ട്രസ് TS സരിത, SNV പ്രീ പ്രൈമറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് RV ഗീത, OSA പ്രസിഡന്റ് AR രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് മിഥുല സനീഷ്, MPTA പ്രസിഡന്റ് സിന്ധു വിനോദ്, ഹെഡ് മാസ്റ്റർ റോണി K മാവേലി എന്നിവർ പ്രസംഗിച്ചു. 2025 എന്ന പേരിൽ ഇന്ന് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് അധ്യാപക രക്ഷാകർതൃ ദിനവും പ്രീ പ്രൈമറി വാർഷികവും സമ്മാന വിതരണവും എൻഡോമെന്റ് വിതരണവും എല്ലാം ഈ ചടങ്ങിൽ വെച്ച് നടത്തുകയാണ്. നിറവ് 2025 എല്ലാ വിധത്തിലുള്ള ആശംസകളും ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നേരുകയാണ്. വരുന്ന കൊച്ചുകുട്ടികളുടെ ഒരു വർഷത്തെ അവരുടെ ടീച്ചേഴ്സിൻ്റെ അധ്യാപനവും അവരുടെ കഴിവുകളും ഒക്കെ മാറ്റിവെക്കുന്ന ഒരു വേദി കൂടിയാണ് അവിടെ ഈ ആനുവൽ ഡേ. അത് നമുക്കത് കണ്ട് നേരിൽ കാണുവാനും ഒക്കെ ആയിട്ട് നമ്മുടെ എല്ലാവരോടും ഒത്തുകൂടിയിരിക്കുകയാണ്. നമുക്കൊരു സന്തോഷമുണ്ട്. വളരെ ഏബിളായിട്ടുള്ള നമ്മുടെ കുട്ടികളാണ് ഇവിടെ അനുസരിച്ച് ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് നമുക്ക്. കല്ലൂർ ആലങ്ങാട് കപ്പേളയിൽ മോഷണശ്രമം. ഭണ്ഡാരത്തിന് പുറത്തെ താഴ് തകർത്താണ് മോഷണശ്രമം നടന്നത്. എന്നാൽ ഭണ്ഡാരത്തിനകത്തുണ്ടായിരുന്ന പൂട്ട് തകർക്കാൻ സാധിക്കാത്തതിനാൽ മോഷണം നടത്താനായില്ല. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. 2 ദിവസം മുൻപ് ഈ പ്രദേശത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്നും പട്ടാപ്പകൽ 8.5 പവൻ സ്വർണം കവർന്നിരുന്നു. ഈ കേസിൽ ഇതുവരെയും പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കല്ലൂർ ആലങ്ങാട് മുട്ടിത്തടി പ്രദേശങ്ങളിൽ തുടർച്ചയായി മോഷണശ്രമം നടക്കുന്നുണ്ടെന്നും ഈ ഭാഗത്ത് റബ്ബർ ഷീറ്റുകളും ഒട്ടുപാലും മോഷണം പോകുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. തലോർ ബൈപ്പാസിൽ BRDക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ലോറിയിലും കാറിലും ഇടിച്ച് അപകടം. ആമ്പലൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാർ മുൻപിൽ പോയിരുന്ന കാറിൽ ഇടിച്ച ശേഷം ദേശീയ പാതയോരത്ത് നിർത്തിയിട്ട ലോറിയുടെ പുറകിൽ ഇടിച്ചു. അപകടത്തിനിടയാക്കിയ കാറിലെ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി യാഥാർത്ഥ്യത്തിലേക്ക്. പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷവും ജില്ലാ പഞ്ചായത്തിൻ്റെ 8 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 ലക്ഷവും ഉപയോഗിച്ച് രാപ്പാളിൽ നിർമ്മിക്കുന്ന രാമയ്യർ മെമ്മോറിയൽ ബഡ്സ് സ്കൂൾ തളിർക്കൂടിൻ്റെ 1ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, ബീന സുരേന്ദ്രൻ, PT കിഷോർ, KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, റീന ഫ്രാൻസിസ്, KK പ്രകാശൻ, G സബിത, സരിത തിലകൻ, അശോകൻ പന്തലൂർ, വിജയൻ തിരുനിലത്തിൽ, സുധൻ കാരയിൽ, അരുൺ പന്തലൂർ, സുധീഷ് ചന്ദ്രൻ, ബഡ്സ് സ്കൂളിന് സ്ഥലം സംഭാവന നൽകിയ R അനന്തനാരായണൻ എന്നിവർ സംസാരിച്ചു. നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ ആലോചനകളും ചർച്ചകളും തീരുമാനങ്ങളൊക്കെ ഈ രാപ്പാളും പറപ്പൂക്കര പഞ്ചായത്ത് ഓഫീസും കേന്ദ്രീകരിച്ച് തന്നെയാണ്
ആറ്റപ്പാടം മുരിങ്ങൂർ റെയിൽവേ മേൽപ്പാലത്തിൽ വഴിവിളക്കുകൾ തെളിയിക്കണമെന്ന് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി ശാഖാ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘടന 75-ാം വർഷം പിന്നിട്ടതിൻ്റെ ഭാഗമായി ശാഖാംഗങ്ങളായ 75 വയസ്സ് പൂർത്തിയായവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അശോകൻ ആദരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സംസ്ഥാന ശാസ്ത്രമേളകളിൽ 1-ാം സ്ഥാനവും ദക്ഷിണ മേഖലാ ശാസ്ത്രമേളയിൽ 2-ാം സ്ഥാനവും ലഭിച്ച പാർവൺ K രാജീവ്, സംസ്ഥാന കലോത്സവത്തിൽ തിരുവാതിരക്കളിയിൽ A ഗ്രേഡ് ലഭിച്ച ടീം അംഗം മൈഥിലി, സിബി എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അനുമോദിച്ചു. ശാഖാ പ്രസിഡന്റ് VK മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നൈനു റിച്ചു, യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി പ്രജിഷ സിബി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ DA ഗോവിന്ദ്, പഞ്ചായത്ത് അംഗം ഷീമ സുധീൻ, യൂണിയൻ പ്രസിഡന്റ് KK ഷാജു, യൂണിയൻ സെക്രട്ടറി KV ജിജു, യൂണിയൻ ട്രഷറർ MS സുനിൽ, മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, യൂണിയൻ വൈസ് പ്രസിഡന്റ് KR സജീവ്, യൂണിയൻ കമ്മിറ്റി അംഗം KI മോഹനൻ, ശാഖാ സെക്രട്ടറി KT സജീവ് കണ്ണമ്പള്ളി, ട്രഷറർ സീത വിനേഷ്, മൈക്രോ ഫിനാൻസ് കൺവീനർ വിജിത ലാലുമോൻ, യൂണിയൻ കമ്മിറ്റി അംഗം KA അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ആ സമയം മുതൽ സമുദായവുമായി അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അടുപ്പവും സൗഹൃദം ആ പ്രദേശത്തുള്ള ചോള സമുദായങ്ങളുമായിട്ടൊക്കെ എളുപ്പം പുലർത്തിപ്പോരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൊരട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ സാന്നിധ്യം ചോള സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 9 യൂണിയനുകൾ, 450 കുടുംബങ്ങൾ ഒക്കെയുള്ള ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന യൂണിയനും ശാഖകളും ഒക്കെയാണ് കൊരട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സമുദായത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,970 രൂപ, പവന് 63,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുടർച്ചയായി 3-ാം തവണയും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്. കൊടകരയിൽ വഴിയാത്രക്കാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. നെല്ലായി വയലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 20-ാം തീയതി മുതൽ 27 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ ശ്രീ നാരായണ വിലാസം UP സ്കൂൾ വാർഷികം നിറവ് 2025 സംഘടിപ്പിച്ചു. കല്ലൂർ ആലയങ്ങാട് കപ്പേളയിൽ മോഷണ ശ്രമം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.